ഹായ് വെൽക്കം ടു ഓൾ. മൈ നെയിം ഈസ് അരുൺ കുമാർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ്, ടൈം, അതിൻ്റെ റിലേഷൻഷിപ്പ് എന്നിവയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് ക്വിക്കായി പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ വാട്ട് ഈസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ, കിലോമീറ്റർ, മൈൽസ് ആണ്. ഞാൻ ഡിസ്റ്റൻസ് എന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എ ടു ബി, അതായത് രണ്ട് സ്ഥലങ്ങൾ, എ എന്ന് പറയുന്ന ഒരു സ്ഥലവും ബി എന്നുള്ള ഒരു സ്ഥലവും, ആ സ്ഥലത്തിലേക്ക് നമുക്ക് പല രീതിയിൽ പോവാം. ഇതൊരു ഡിസ്റ്റൻസ് ആണ്. ഇത് പാത്ത് എ, അതൊരു ഡിസ്റ്റൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു വഴി കൂടെയും പോവാം, ഇങ്ങനെയും പോവാം. അതായത് പാത്ത് ബി, ഇത് രണ്ടും രണ്ട് തരം ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ വ്യത്യാസമായിരിക്കും. അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് മാത്രം മതി. ഡിസ്പ്ലേസ്മെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇത് സോൾവ് ചെയ്യുന്നതിന് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്റ്റൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേഗം അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ വാട്ട് ഈസ് ടൈം. ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം, കാലത്തിൻ്റെ ഒരു ഗതി. നമുക്കത് റിവേഴ്സ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡും മിനിറ്റും ഹവറുമായി ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ടൈം. അന്നേരം ടൈമിൻ്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത്, സെക്കൻഡ് ഉണ്ട്, മിനിറ്റ് ഉണ്ട്, ഹവർ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ടൈമിൻ്റെ യൂണിറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ടൈം, അതായത് ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള റിലേഷൻ എന്താ നോക്കാം. അപ്പോൾ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് കവേഴ്സ് ഡിസ്റ്റൻസ് ഓവർ ടൈം. അപ്പം നമുക്ക് ഈ സ്പീഡിൻ്റെ ഡെഫിനിഷൻ കണ്ടിട്ട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. സ്പീഡിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് ഡെഫിനിഷൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, അതായത് ദൂരം ഡിവൈഡഡ് ബൈ സമയം, അതാണ് ഡിസ്റ്റൻസ്, സ്പീഡ്. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, കിലോമീറ്റർ ഉണ്ടാവും, മീറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ ടൈമിൻ്റെ യൂണിറ്റ് ഉണ്ടാവും, സെക്കൻഡ്, മിനിറ്റ്, ഹവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള SI യൂണിറ്റ് എന്ന് പറയുന്നത്, സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്റ്റൻസിൻ്റെ മീറ്റർ, ടൈമിൻ്റെ സെക്കൻഡ്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പം എന്തിൽ ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിൽ ചെയ്യണം. അപ്പം മാത്രമേ നമുക്ക് കറക്റ്റ് കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിനുവേണ്ടിയാണ് നമ്മൾ SI യൂണിറ്റ് യൂസ് ചെയ്യുന്നത്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. എ ട്രെയിൻ ഈസ് റണ്ണിങ് അറ്റ് ദ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ ഹവർ. 60 കിലോമീറ്റർ പെർ ഹവറിൽ ഒരു ട്രെയിനിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ക്രോസസ് എ പോൾ ഇൻ 9 സെക്കൻഡ്. അതൊരു പോസ്റ്റിനെ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ 9 സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. നമുക്ക് ഓൾറെഡി നമ്മളൊരു ഫോർമുല പഠിച്ചു, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഈ ഫോർമുല നമ്മൾ പഠിച്ചാണ്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ഫോർമുല നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇത് അത്ര വലിയ ഫോർമുലയൊന്നുമില്ല. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ആദ്യം എഴുതി. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ ഇതിനകത്ത് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണ്. അന്നേരം നമ്മൾ ട്രെയിനിൻ്റെ ലെങ്ത് ആണ് എന്ത്, നമ്മുടെ ഡിസ്റ്റൻസ്. ട്രെയിനിൻ്റെ ലെങ്ത് ആണ്, ട്രെയിൻ ലെങ്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അറിയില്ല, പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ടൈം വന്നിട്ടുണ്ട്. ടൈം എത്രയാണ്, 9 സെക്കൻഡ് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പീഡ് 60 കിലോമീറ്റർ പെർ ഹവർ തന്നിട്ടുണ്ട്.
സ്പീഡ് 60 km/h തന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ് അറിയാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാണ്? മീറ്റർ/സെക്കൻഡ് ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് 60 km/h എന്ത് ചെയ്യണം? 60 km/h നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് യൂണിറ്റ് അതായത് മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇത് മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ആവും. അപ്പം നമുക്ക് ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് സ്പീഡിൻ്റെ ഇവിടെ 60 km/h എന്താക്കി? 5/18 ഇൻറ്റു ചെയ്യുമ്പോൾ മീറ്റർ/സെക്കൻഡിലേക്ക് മാറി. ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ട്രെയിൻ ലെങ്ത്ത് നമ്മളിവിടെ കൊടുക്കുക ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത്. ട്രെയിൻ ലെങ്ത് ഷോർട്ട് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ടൈം 9 സെക്കൻഡ്. ടൈം നമ്മൾ മാറ്റുന്നൊന്നുമില്ല. മീറ്റർ/സെക്കൻഡിൽ സെക്കൻഡിൽ തന്നെയാണ് ടൈം ഉള്ളത്. അപ്പോൾ നമുക്ക് ട്രെയിൻ ലെങ്ത് കണ്ടുപിടിക്കാം. ജസ്റ്റ് 9 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ട്രെയിൻ ലെങ്ത് ഈസ് ഈക്വൽ ടു 9 മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 60 ഇൻറ്റു 5/18 ഇൻറ്റു 9. ഇപ്പം 9 എത്ര വട്ടം പോവും? 18ൽ 2 വട്ടം പോവും. പിന്നെ അതേപോലെ തന്നെ 60/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 30. 60ൻ്റെ പകുതി 30. 3ഉം 5ഉം എന്ന് പറയുമ്പോൾ 3×5 15. പിന്നെ ഒരു 0 ഉണ്ട്. 150. അപ്പോൾ നമുക്ക് ട്രെയിൻ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. എത്രയാ? ട്രെയിൻ ലെങ്ത് ഈസ് ഈക്വൽ ടു 150 മീറ്റർ. 1 2 3 4. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 150 മീറ്റർ. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.